നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിയാണ് JB ജംഗ്ഷനിൽ ഇന്ന് അതിഥിയായി വരുന്നത്. നിശ്ചയദാർഢ്യം കൊണ്ട് പൊയ്ക്കാലിലേക്ക് ജീവൻ പകർന്ന് വിധിയെ തോൽപ്പിച്ച ഒരു സമ്പൂർണ്ണ കലാകാരി. നമുക്ക് സ്വാഗതം ചെയ്യാം. സുധാ ചന്ദ്രനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുധാ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പരിചയക്കുറവ് തോന്നുകയാണെങ്കിൽ മയൂരി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. സുധയുടെ ഒരു പര്യായമാണ് മയൂരി. ആക്ച്വലി ഞാൻ പറയുന്നു, ഇപ്പോൾ സുധാ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ പീപ്പിൾ സേ സുധാ ചന്ദ്രനോ, മയൂരി എന്ന് പറയുമ്പോഴാണ് എവരിബഡി സേസ് ഓ അതെ 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 മയൂരി സുധാ ചന്ദ്രൻ അല്ലേ. സോ ഞാൻ പറയുന്നു മയൂരി പ്രിസീഡ്സ് സുധാ ചന്ദ്രൻ. അങ്ങനെയാണ് വരുന്നത്. അതെ അതെ തീർച്ചയായും. സുധയുടെ ഒരു പ്രത്യേകത, ഒരു കലാകാരിക്കും കിട്ടാത്ത സ്നേഹവും ആദരവും സുധയ്ക്ക് ജനങ്ങൾ നൽകി. അത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാവരും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുധാ ചന്ദ്രൻ്റെ ജീവിതം കുട്ടികൾ പഠിക്കുന്നത്, പാഠപുസ്തകത്തിൻ്റെ ഭാഗമാകുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബംഗാൾ ഒരു മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ തീർച്ചയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞാൽ അതൊരു വലിയ ഹോണറാണ്. Because normally we read about Gandhi, we read about Nehru once they leave this world. പക്ഷേ എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കരിയർ, എൻ്റെ ഒരു ഫൈറ്റ് ബാക്ക് ടുവേർഡ്സ് ലൈഫ്, ചേഞ്ച് ഓഫ് ഡെസ്റ്റിനി, കുറേ ടൈറ്റിൽസ് ഉണ്ട്. സോ ഇൻ സം വേ ഞാൻ നെക്സ്റ്റ് ജനറേഷന് ഇൻസ്പയർ ചെയ്യുന്നു. ലക്കിലി ഞാനൊരു റിയൽ ലൈഫ് ഹീറോയിനായി. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഒരു ജീവിതം കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചില ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതം പാഠപുസ്തകങ്ങളുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം പേരും അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ശേഷമാണ്. പക്ഷേ സുധ എന്താ പറയുക, ഒരു യൂത്ത്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ തന്നെ സുധയുടെ അത്രയും പ്രായമുള്ള അല്ലെങ്കിൽ അല്പം താഴെയുള്ള ഒരു തലമുറ സുധയെക്കുറിച്ച് പഠിച്ചുകൊണ്ടുണ്ട്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് നോർമലി ഫിലിംസ് ടെലിവിഷൻ ചെയ്യുന്ന ശേഷം എല്ലാവരും പറയും റിയൽ ലൈഫ് ഹീറോയിൻ ആണെന്ന്. പക്ഷേ ടെക്സ്റ്റ് ബുക്സിൽ ഒരു സബ്ജക്റ്റായി നെക്സ്റ്റ് ജനറേഷൻ വായിക്കുമ്പോൾ ഞാൻ പറയുന്നു ഐ എം വെരി പ്രൗഡ് ആൻഡ് ഹോണേർഡ് ടു സേ ഐ എം എ റിയൽ ലൈഫ് ഹീറോയിൻ. സോ ഒരു രണ്ട് ഡിഫറൻസ് ആണ്, റിയൽ ലൈഫ് ഹീറോയിനും റിയൽ ലൈഫ് ഹീറോയിനും. എനിക്കിപ്പം ഇങ്ങനെ കാണുമ്പോൾ ഏത് കാലാണ് യഥാർത്ഥത്തിൽ രണ്ട് കാലിലും ജീവനുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ജീവനുണ്ട് തീർച്ചയായും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ആമുഖമായിട്ട് പറയായിരുന്നു, മനസ്സിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് പൊയ്ക്കാലിലേക്ക് ജീവൻ പകർന്നിട്ട് വിധിയെ തോൽപ്പിച്ച ഒരു കലാകാരിയാണ് സുധ എന്ന്. ഞാനും പറയുന്നത് അത് തന്നെയാ. ബിക്കോസ് എല്ലാവരും പറയും വിധിച്ചത് നടക്കും, സംഭവിക്കും. പക്ഷെ ഞാൻ പറയുന്നു വിധി എന്താണ്, നമ്മൾ എഴുതുന്നതാണ് വിധി. ഐ ഹാവ് റിട്ടൺ മൈ ഡെസ്റ്റിനി, അല്ലെങ്കിൽ ഞാൻ പറയും ഐ ഹാവ് റീ റിട്ടൺ മൈ ഡെസ്റ്റിനി. ചില ആൾക്കാർ പറയും അതായത് എവിടെയോ എഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, തീർച്ചയായും അല്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയോ എന്തോ എഴുതിയിരിക്കുന്നതെന്ന് അത് ആരാ കണ്ടത് നമ്മൾക്കറിയില്ലല്ലോ. ഇവിടെ കാണുന്നതാണ് എൻ്റെ ബിലീഫ്, എൻ്റെ കൺവിക്ഷൻ. അപ്പം ഞാൻ പറയുന്നു ഞാൻ എൻ്റെ വിധിയെ ഐ റീറോട്ട് മൈ ഡെസ്റ്റിനി. സുധയുടെ ജാതകം മുത്തശ്ശി കുറിച്ചു വെച്ച സമയത്ത് അതിലുണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊരു ഈ പാദത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമെന്ന് എവിടെയോ. അതിപ്പോൾ എല്ലാവരും പറയും ഏറെ ശനിയാണ്, ഇതാണ് അതാണ്, കാലിൻ്റെ പ്രശ്നം വരും, ഓക്കെ. പക്ഷെ അതിൽ ഇത് കുറിച്ചില്ലല്ലോ. ഒരു സെലിബ്രിറ്റിയായി അല്ലെങ്കിൽ ഈ ഡിസേബിലിറ്റി ഓവർകം ചെയ്ത് ഒരു ലൈഫിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട്, അത് ആരും പറഞ്ഞില്ലല്ലോ. സുധാ, ഞാൻ ചോദിക്കുന്നതിന് വിഷമം വിചാരിക്കരുത്. ഇതിൽ ഏത് കാലിലാണ് ആക്ച്വലി റൈറ്റ്? അപ്പോൾ താഴെയുള്ള കാലാണ്. അതെ അതെ അതെ. പക്ഷെ അത് മുകളിലേക്ക് വരാം. അപ്പൊ ഇതിൽ ഏത് കാലിനോട് ഏറ്റവും കൂടുതൽ പ്രിയം? ഇപ്പം അങ്ങനെയല്ല, അതങ്ങനെ ചോദിച്ചാൽ അത് തെറ്റാ. അപ്പൊ അച്ഛൻ പ്രിയമാണോ അമ്മ പ്രിയമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലം എനിക്ക് പ്രിയമാണ്. ഒരുപക്ഷെ അതൊരു എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ലിംബ് അല്ല. ഞാനത് ആർട്ടിഫിഷ്യലായി കൺസിഡർ ചെയ്തിട്ടില്ല. ഇല്ല, ആർട്ടിഫിഷ്യലായി ഏത് വസ്തു നമ്മൾ കൺസിഡർ ചെയ്താൽ അത് ആർട്ടിഫിഷ്യലായി തോന്നും. കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ആർട്ടിഫിഷ്യൽ ലിംബാണ്. കൂടുതൽ സ്നേഹിക്കുന്നു. ബിക്കോസ് എൻ്റെ ഒരു വിശ്വാസമാണ്, സി വാട്ട് ഈസ് നാച്ചുറൽ. പക്ഷേ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഓർഫൻസ്, അവർക്ക് നമ്മൾ കൂടുതൽ എഫെക്ഷൻ കൊടുത്താൽ അവർ നമ്മളുടെ ഒരു അംഗമായി മാറും. സോ അങ്ങനെയാണ് ഇത് എൻ്റെ ആർട്ടിഫിഷ്യൽ. ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ
റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, കൂടുതൽ ഏതാണ് സ്നേഹം എന്ന്. അപ്പം എൻ്റെ ഒരു ഈ ആർട്ടിഫിഷ്യൽ ലിംബാണ് ഈസ് എ പാർട്ട് ഓഫ് മീ. അത് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം കഴിയുമ്പോൾ ഈ കാലെടുത്ത് മാറ്റില്ലേ? ഡെയിലി മാറ്റും. ഡെയിലി മാറ്റും. അതെ, അതെൻ്റെ ഒരു റിലീഫ് പോയിന്റ് ആണ്. ബിക്കോസ് ഞാൻ 24/7 വർക്ക് ചെയ്യുന്നു. സോ നൈറ്റ്സിൽ തീർച്ചയായും അതെനിക്കൊരു ബ്രേക്കിംഗ് പോയിന്റോ അല്ലെങ്കിൽ എനിക്ക് ആ റിലീഫാണ്, സ്ട്രെസ് കാലെടുത്ത് മാറ്റുമ്പോൾ ഒരു വേദന, അത് മുറിയുന്ന പോലൊരു തോന്നലുണ്ട്. ഇല്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് യു. ഇറ്റ്സ് നോട്ട് ദ പാർട്ട് ഓഫ് മീ, ഇറ്റ്സ് ഓൾറെഡി എ പാർട്ട് ഓഫ് മീ. പക്ഷേ ദ നെക്സ്റ്റ് ഡേ അത് ഇട്ടിട്ട് മറ്റൊരു സ്ട്രഗിളിലേക്ക് പോകുന്നുവല്ലോ, അതിൻ്റെ ഒരു എനർജിയും ഒരു ഹാപ്പിനെസ് ആണ് ആ നൈറ്റിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരുപക്ഷെ സുധാചന്ദ്രൻ എൻ്റെ മുമ്പിൽ ഒരു അഭിമുഖത്തിന് ഇരിക്കുന്നത് ആ കാല് മുറിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം വേണമെങ്കിൽ. ആ കാലുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വഴിത്താരയിലൂടെ വേണമെങ്കിൽ സുധ പോകുമായി. ഡെഫിനറ്റ്ലി, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ബിക്കോസ് ഇങ്ങനെ ദേശീയ ആക്സിഡൻറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. കുറേ പ്രോവബ്സ് നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ വെൻ യു സ്റ്റഡി അത് എവിടെയോ നമ്മളുടെ ലൈഫിൽ ഒരു റെഫറൻസ് പോയിന്റായി മാറുന്നു. കുറേ പ്രാവശ്യം കുറേ പേര് പറയുന്നു ആക്സിഡൻറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. പക്ഷേ ആ സമയത്തിൽ എനിക്ക് അതിൻ്റെ മീനിങ് എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷമാണ് ആ പ്രോവർബിൻ്റെ അർത്ഥം മനസ്സിലായത്. അർത്ഥം മനസ്സിലായാണ് ഞാൻ ഇത് ആ ആക്സിഡൻറ്റ് മൈനസ് ഞാൻ പ്ലസ്സായി കൺവേർട്ട് ചെയ്ത്. ആക്സിഡൻറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. പിന്നെ ഞാൻ എപ്പോഴും ചോദിച്ചു വൈ എന്തിനാ, വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ? പക്ഷേ അതിന് എനിക്ക് ആൻസർ കിട്ടിയില്ല. സോ ഐ പേഴ്സണലി ഫെൽറ്റ് അത് ഭയങ്കര ഒരു ടൈം വേസ്റ്റാണ്. വൈ ചോദിച്ചിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്തിനാ, വൈ ഷുഡ് യു ആസ്ക് ദ ക്വസ്റ്റ്യൻ? അതിനുശേഷം ഇപ്പോൾ ഞാൻ വൈ ക്വസ്റ്റ്യൻ ചോദിക്കാറേ ഇല്ല. എന്ത് സംഭവിച്ചാലും ഓക്കെ ലെറ്റ്സ് മൂവ് അഹെഡ്. ഒരുപാട് കാലം സുധയെ അത് ഹോണ്ടിയിട്ടുണ്ടാകണം ആ ഒരു ചോദ്യം. എന്തുകൊണ്ട്? ഐ തിങ്ക് 81 ആക്സിഡൻ്റ് ആയി June 6th. സോ 81 തൊട്ട് 83 വരെ ഞാൻ ഈ ചോദ്യം ചോദിച്ചു. 365 days മൾട്ടിപ്ലൈഡ് ബൈ 2. സോ അത്രയും ദിവസം ഞാൻ ഈ ചോദ്യം ചോദിച്ചു. പക്ഷേ ഫൈനലി ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. ഈ വൈൻ്റെ ആൻസർ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. സോ വെറുതെ ഈ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മളുടെ ലൈഫ് ഒരു മീനിങ്ലെസ് ലൈഫ് ആക്കാണ്ട് എന്തെങ്കിലും ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു പർപ്പസ്. ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫാണ് നമ്മൾ ജനിക്കുമ്പോൾ ഒരു പർപ്പസ് ഉണ്ട് ലൈഫിൽ. വെറുതെ വന്നു ജീവിച്ചു, യു ഗോട്ട് മാരിഡ്, പ്രൊഡ്യൂസ് കിഡ്സ്, അതെല്ലാവരും ചെയ്യുന്നു. ഇവിടുന്ന് പോയതിനു ശേഷം മേ ബി 10 generations ലേറ്റർ ഓർത്താൽ ദേർ വാസ് എ സുധാചന്ദ്രൻ. മരിച്ചിട്ടും നമ്മൾ ജീവിക്കുന്നു. അതെ, ജീവിച്ചിരുന്നു. ടുഡേ ഷീ സ്റ്റിൽ അലൈവ് അമംഗ്സ്റ്റ് us. 1981 ആ എന്താ പറയുക ദുരന്തം സംഭവിച്ചത്. അതെ അതെ, ആ ദുരന്തത്തിൻ്റെ ആഘാതം ഒരുപക്ഷെ സുധയെ ഒരു 6 മാസം വേട്ടയാടിയിട്ടുണ്ടാവും അല്ലേ? 6 മാസം വരെ യു ആർ ഓൺ ദ ബെഡ് അല്ലേ? May 2nd ആയിരുന്നു ആക്സിഡൻറ്റ്. പിന്നെ ഒക്ടോബർ നവംബറിലാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ബോംബെയിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറുടെ ഒരു വളരെ കെയർലെസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊണ്ടാണ് അതൊരു ബ്ലെയിം ഗെയിമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ അത് ഡോക്ടറിൻ്റെ ഇതായിരുന്നു അതാണ് വിധി, അത് വിധിച്ചിരുന്നു. ഐ മീൻ ദാറ്റ് വാസ് ഡെസ്റ്റിനി. ഇറ്റ് ഹാഡ് ടു ഹാപ്പൻ. ഇറ്റ് വാസ് ഡെസ്റ്റിൻ ടു ഹാപ്പൻ. അതെൻ്റെ ഒരു സോളിൻ്റെ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഐ റീഡ് എ ലോട്ട് ഓഫ് ദീസ് സോൾ ബുക്സ്. മേ ബി ഏതെങ്കിലും ഒരു സോൾ ഹാഡ് ടു അണ്ടർഗോ ദാറ്റ് പെയിൻ. സോ മേ ബി ആ സോൾ എൻ്റെ ബോഡിയിൽ വന്ന ആ പെയിൻ അത് 2 years അത് അനുഭവിച്ചു. സോ അത് ഞാൻ മാറ്റി വെച്ചു. എങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ദുർബല നിമിഷത്തിൽ ആ ഡോക്ടറെയും ആ ഒരു സംവിധാനത്തെയൊക്കെ പഴിച്ചിട്ടുണ്ടാവില്ലേ? ബിക്കോസ് മെഡിക്കൽ ഞാൻ പറയുമ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ അതിൻ്റെ മൈനസ് ഉണ്ടായാലും ഇന്ന് ഞാൻ ഒരു സുധാചന്ദ്രനായി ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ഹീറോയിൻ ആയാൽ അതിൻ്റെ റീസണും മെഡിസിൻ ആണ്, മെഡിക്കൽ സയൻസ് ആയിരിക്കാം. അതൊരു വേറെ സ്ട്രീമിലുള്ള മെഡിസിൻ ആയിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോക്ടർ വേണമെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ. അല്ല, ആ ഡോക്ടർ ശ്രദ്ധിച്ചോ? ഞാൻ അത് പറയുന്നില്ല. പക്ഷെ അച്ഛൻ ഇപ്പോഴും അത് മറക്കാൻ പറ്റാത്ത, ആർക്കും മറക്കാൻ പറ്റില്ല. പക്ഷെ അത് ഓർത്തിട്ട് നമ്മളുടെ ഫ്യൂച്ചർ എന്തിനാ, നമ്മളെ ഭാവി എന്തിനാ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്? എൻ്റെ മകളിനി എങ്ങനെ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ് പുലമ്പി നടക്കുന്ന അച്ഛനെ ഇപ്പോഴും. പക്ഷെ അതേ അച്ഛനായിരുന്നു ആ ആക്സിഡൻറ്റിന് ശേഷം June 5th നൈറ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ വന്ന് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, മോളെ ആ കാല് പോയാലും പോകട്ടെ, ഞാനുണ്ട് നിൻ്റെ കൂടെ. സോ ഐ തിങ്ക് എൻ്റെ അച്ഛൻ ഒരു ഭയങ്കര ബോൾഡ് പേഴ്സൺ ആയിരുന്നു. ആ ബോൾഡ്നെസ് ആണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആക്സിഡൻറ്റിന് ശേഷം ഈ ഡിസിഷൻ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ്, ബിക്കോസ് ടീനേജർ ആയിരുന്നു ഞാൻ. തരിച്ചുപോയി.
തരിച്ചില്ല. പാക്ക് ഓഫ് കാർഡ്സ് പോലെ ആ ബിൽഡിംഗ് അങ്ങനെ ക്രമ്പിളായി. നമ്മൾ പടങ്ങളിലൊക്കെ കാണുമല്ലോ, സിംബോളിക് ഷോട്ട്സ് കാണിക്കും. ലൈഫ് കഴിഞ്ഞു, ദി എൻഡ് കഴിഞ്ഞു, എൻ്റെ ലൈഫ് ഇവിടെ തീർന്നോ. ആഫ്റ്റർ ദിസ് വാട്ട് 6 months ഹോസ്പിറ്റൽ ബെഡിൽ ഞാനിത് എങ്ങനെയാ ഡോക്ടർ വന്ന് പറഞ്ഞത്? ഡോക്ടറാണോ പറഞ്ഞത്? അതെ, ഡോക്ടറാണ് വന്ന് പറഞ്ഞത്. ബിക്കോസ് എനിക്കറിയാം June 5th ഗാംഗ്രൻ സെറ്റിൻ, ബിക്കോസ് ചെറിയ ബ്രൗൺ സ്പോട്ട്സ് എൻ്റെ ബോഡിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയടുത്ത് ചോദിച്ചു, അമ്മ ഇത് ന്യൂ ഡെവലപ്മെൻ്റ് ആണ് എൻ്റെ ബോഡിയിൽ, ഇത് എന്താണെന്നൊന്ന് പോയി ഡോക്ടറെ അടുത്ത് ചോദിക്കും. അപ്പോൾ അമ്മ പോയി ചോദിച്ചു എന്താണ് ഈ പ്രശ്നം എന്ന്. അതിനുശേഷം അമ്മ 2 o'clock ലാസ്റ്റ് ഐ സോർ ഇൻ ദി ആഫ്റ്റർനൂൺ. അതിനുശേഷം അമ്മ അവിടെ ഷി വാസ് നോ വെർ ദെയർ. അപ്പോൾ ഞാൻ ഒരു ടെൻഷനിലായി. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എവിടെ പോയി, എന്തിനാ, വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് എൻ്റെ അമ്മ എന്നെ അത്രയും ഭയങ്കര ഒരു പ്രൊട്ടക്റ്റഡ് ചൈൽഡ് ആയിരുന്നു. ഞാൻ ഒരു കുട്ടിയാണ്, ഒരു കുട്ടിയല്ല, ഭയങ്കര എൻ്റെ അമ്മേൻ്റെ എക്സിസ്റ്റൻസ് ഞാനാണ്. മെനി എ ടൈംസ് യു ഷുഡ് ഫർഗെറ്റ് മൈ ഓൺ ഫാദർ. ഐ മീൻ അങ്ങനത്തെ ഒരു മകളില്ലെങ്കിൽ ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ആ സ്ത്രീ. എൻ്റെ അമ്മേൻ്റെ എക്സിസ്റ്റൻസ്, ഡ്രീംസ് എല്ലാം ഞാനായിരുന്നു. ആൻഡ് ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങൾ ചോദിച്ചില്ലേ വൈ ഡിഡ് യു ഡാൻസ്, ഇല്ലെങ്കിൽ വൈ ഡിഡ് യു ടേക്ക് ദിസ് സ്റ്റെപ്പ് എന്ന്. ജസ്റ്റ് എൻ്റെ പേരൻസിന് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പ് എടുത്തത്. അതൊക്കെ ഞാൻ വിധിയെ മാറ്റി എഴുതി, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ദി എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഞാൻ പറയുന്നത്, നമ്മളുടെ പേരൻസ് നമ്മൾക്ക് കുറേ അവരുടെ സാക്രിഫൈസസ്, അവരുടെ ഡ്രീംസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ എൻ്റെ പേരൻസിന് തിരിച്ചു കൊടുത്തത് പ്രിൻസിപ്പൽ അമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ അമൗണ്ട് ഇപ്പോഴും പെൻഡിങ് ആണ്. മുടക്കുമുതൽ കൊടുത്തിട്ടില്ല? കൊടുത്തിട്ടില്ല തിരിച്ച്. അവരെനിക്ക് അത്രയും ഒരു സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് അമ്മയ്ക്ക് ഈ പറഞ്ഞ ബ്രൗൺ സ്പോട്ട്സ് കണ്ടു, ഡോക്ടറെ അടുത്ത് അമ്മ പോകുന്നു, സംസാരിച്ചു. ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി മുകളിലേക്ക് വന്നു. ഈ സൈഡ് ഐ എം ടേക്കിംഗ് യു ടുമോറോ ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 8 മാസമായാലോ ഡോക്ടറെ, വി ആർ ഗോയിങ് ടു ദ ഓപ്പറേഷൻ തിയേറ്റർ, കമ്മിങ് ബാക്ക്. ഗാംഗ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ബിക്കോസ് ഈ ലിംബ് ക്ലീൻ ചെയ്യുന്ന സമയത്തിൽ when they used to clean, initially എനിക്ക് there was a pain. അതിനുശേഷം ഈ ക്ലീനിങ് ബഡ്സ് ഇവിടുന്ന് പുറത്ത് വന്നാൽ ഐ വുഡ് നോട്ട് ഫീൽ ദ സെൻസേഷൻ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, എന്താ ഡോക്ടർ ഇത്, എന്തുവാ ഈ ഒരു ഫീലിംഗ് ഇല്ലാണ്ട്? അതൊന്നുമില്ല, അത് ലോക്കൽ അനസ്തീസിയ ആണ്. they were trying to cover it up. Maybe they were trying to save the limb as a dancer. പക്ഷേ ലാസ്റ്റ് ഞാൻ ഈ സിംറ്റം പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ഡെത്ത്. ബിക്കോസ് ഗാംഗ്രൻ ബ്ലഡ് സ്ട്രീമിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതെ, സോ ഇറ്റ് വാസ് എ ഡിസിഷൻ 24 hours either this side or that side. അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് ഞാൻ മൈനറായിരുന്നു. അപ്പോൾ എൻ്റെ ഡിസിഷൻ ആരും ചോദിച്ചില്ല. താഴെ എൻ്റെ അമ്മയും അച്ഛനെയും വിളിച്ച് അവർ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നം, വി ഹാവ് ടു ടേക്ക് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ആംപുറ്റേറ്റ് ഹർ ലെഗ്. അതൊരു ഭയങ്കര ഐ മീൻ ഓൺലി ചൈൽഡ്, അവരുടെ ഒരു ഡ്രീംസും എൻ്റെ അമ്മേൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സ്വപ്നം നേടിയിരിക്കുന്ന സുധയുടെ മുകളിലാണ്. കംപ്ലീറ്റ് ക്രാഷായി. അതിനുശേഷം ഒരു 8:30 ആണ് ഈ ഡോക്ടർ അകത്ത് വന്ന്, ആസ് യൂഷ്വൽ അവരുടെ റൗണ്ട്സിൽ വരുമല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ കൊണ്ടുപോകുന്നു, നാളെ ആംപുട്ടേഷൻ ആണെന്ന്. ആ സമയത്തിൽ എനിക്ക് ഈ ആംപുട്ടേഷൻ്റെ മീനിങ് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ ചോദിച്ചു, ആംപുട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ ഡോക്ടർ? പറഞ്ഞു, വി മേ ഹാവ് ടു കട്ട് യുവർ ലെഗ്. ബട്ട് വൈ? ഗാംഗ്രൻ സെറ്റ്. അപ്പം ചോദിച്ചു, ഈ ഗാംഗ്രൻ എന്താ, വാട്ട് ഈസ് ഗാംഗ്രൻ? കുറേ മെഡിക്കൽ വേർഡ്സ്, ടെർമിനോളജീസ്, അവരുടെ ഈ മെഡിക്കൽ ലാംഗ്വേജ് ലേമാൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്, സ്പീക്ക് ഇൻ എ ലേമാൻസ് ലാംഗ്വേജ്. ഈ മെഡിക്കൽ ടേംസ്, ഈ കോർപ്പറേറ്റ് ടേംസ് ഒക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. സ്പീക്ക് എ കോമൺ മാൻസ് ലാംഗ്വേജ്. കാല് മുറിക്കാൻ പോവുകയാണെന്നുള്ളത് അത് സ്ട്രെയിറ്റ് ആയി പറഞ്ഞാൽ മതിയല്ലോ. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാത വർത്തനായിരിക്കും. Can you do anything? Beggars didn't have a choice. I was a beggar at that time. A beggar without a choice. തകർന്നു പോയി. ഞാൻ ബ്ലാങ്ക് ആയി. ഐ വാസ് ബ്ലാങ്ക്. അതിനുശേഷമാണ് അച്ഛൻ വന്ന്, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞു, ഡോണ്ട് വറി സുധ, ഞാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര കൊല്ലം അച്ഛൻ എൻ്റെ കൂടെ നടക്കും? നാളെ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ ഈ ലൈഫ് എൻ്റെയാണ്. ഹൂസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് മീ? ബ്രദേഴ്സ് ഇല്ല, സിസ്റ്റേഴ്സ് ഇല്ല. ഈ ഡിസിഷൻ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ടൈം യു ഷുഡ് ഹാവ് റിയലൈസ് ദിസ്. അലോ മീ ടു ഡൈ. എനിക്ക് ജീവിക്കണ്ട. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, നോ, യു ഹാവ് ടു ലിവ്. എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും സുധ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പേർപ്പസ് അച്ഛാ? ഈ ആംപുട്ടേഷന് ശേഷം എന്ത് പേർപ്പസ്? എൻ്റെ ലൈഫിൽ ഒരു പേർപ്പസ് ഇല്ല. അപ്പം പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഓൺലി തിങ്, അമ്മ പിക്ചറിലേക്ക് വന്നേ ഇല്ല. അമ്മ നൈറ്റ് വരെ വന്നില്ല. അമ്മ ഭയങ്കര ഡിപ്രസ്ഡായി, തളർന്നു. ഐ മീൻ വുഡ് സേ
ഹർ ലൈഫ് വാസ് ഫിനിഷ്ഡ്. കഴിഞ്ഞു. ഷീ ഡൈഡ് ദാറ്റ് ഡേ. മുറിക്കാൻ ഞാൻ പോകുന്ന എൻ്റെ അമ്മയെ ലൂസ് ചെയ്തത് 2004 ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നു. പക്ഷേ 1981 എൻ്റെ അമ്മേൻ്റെ ജീവിതം ഫിനിഷ്. അതിനുശേഷം ഷീ ലിവ്ഡ് ഫോർ മീ. അത്രയേ ഉള്ളൂ.